നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 108. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 108. പ്രഥമസ്കന്ധത്തിൽ 10-ാം അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. ഈ 10-ാമത്തെ അധ്യായത്തിലെ 1, 2, 3, 4 ശ്ലോകം കൂടി ഉള്ളൂ. എന്നാൽ പിന്നെ 36-ാമത്തെ ശ്ലോകത്തോടുകൂടി 10-ാം അധ്യായം കഴിയും. നമുക്ക് 11-ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് 10-ാം അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകം. അധ ദുരാഗതാൻ ശൗരി കൗരവാൻ വിരഹാതുരാൻ സന്നിവർത്തിയ ദൃഢം സ്നിഗ്ധാൻ പ്രായാൽ സ്വനഗരീം പ്രിയൈ. അധ ദൂരാഗതാൻ ശൗരി കൗരവാൻ വിരഹാതുരാൻ സന്നിവർത്തിയ ദൃഢം സന്നിഗ്ധാൻ പ്രായാൽ സ്വനഗരീം പ്രിയൈ. അതിനർത്ഥം, വാക്കർത്ഥം പറയുമ്പോൾ, പിന്നെ കൃഷ്ണൻ പ്രിയന്മാരോടുകൂടെ ദൂരെ ഒരുമിച്ച് വന്നവരും ഏറ്റവും സ്നേഹമുള്ളവരും വേർപാട് നിമിത്തം ക്ലേശിക്കുന്നവരുമായ ഗുരുകുലത്തിൽ അവശേഷിച്ചിരിക്കുന്ന പാണ്ഡവന്മാരെ മടക്കി അയച്ചിട്ട് തൻ്റെ രാജധാനിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, കുറേ കാലമായി മഹാഭാരത യുദ്ധത്തിന് തയ്യാറായിട്ട് വന്നു. ദൂത് പറഞ്ഞു, അങ്ങനെ പറയാം, ദൂത് പറഞ്ഞു. പിന്നെ നിവൃത്തിയില്ലാണ്ടായപ്പോൾ മഹാഭാരത യുദ്ധത്തിന് തുടക്കമായി. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. സംതപ്ത ഹൃദയനായിരിക്കുന്ന ധർമ്മപുത്രർക്ക് മാനസിക വിക്ഷോഭം അടങ്ങാത്തത് കാരണം താനും വ്യാസരും ഒക്കെ ഉപദേശിച്ചിട്ടും അടങ്ങാത്ത ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഭീഷ്മ പിതാമഹനെ കൊണ്ട് സർവ്വവിധ ധർമ്മശാസ്ത്രങ്ങളെയും പറഞ്ഞ് ധരിപ്പിക്കാനുള്ള വ്യാജേന അതും നടന്നു. പിന്നെന്താ നടക്കാനുള്ളത്? ഉത്തരായണകാലം വന്ന് സ്വന്തം പ്രാണനെ സ്വന്തം ഇഷ്ടപ്രകാരം ത്യജിക്കാൻ കഴിവുള്ള ഭീഷ്മ പിതാമഹന് തന്നെ കണ്ടും കൊണ്ട് തൻ്റെ ലോകത്തേക്ക് പോവാനുള്ള അനുഗ്രഹത്തെ ചൊരിയുവാൻ വേണ്ടി ഭഗവാൻ അവിടെ തന്നെ കുറച്ച് കാലം താമസിച്ചു. അത് കഴിഞ്ഞ് നിവൃത്തിയില്ല, ഇനി എനിക്ക് പോകണം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു. അപ്പോൾ ധർമ്മപുത്രർ നാലങ്കപ്പടയനൊക്കെ കൃഷ്ണൻ്റെ വഴിയിൽ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി നിയോഗിച്ചു. കുറേ നേരം ഇങ്ങനെ അനുഗമിച്ചു. അപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ പോയിക്കോളാം, നിങ്ങൾ ഹസ്തനപുരിക്ക് മടങ്ങിപ്പോയിക്കോളും എന്ന് പറയുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കഥ എത്തിയിട്ടുള്ളത്. അതാണ് അനന്തരം, പിന്നെയെന്ന് പറയാൻ കാരണം അതിൻ്റെ ഭാവാർത്ഥം. അനന്തരം ശ്രീകൃഷ്ണൻ അതിസ്നേഹിതന്മാരും വേർപാട് സഹിക്ക വയ്യാതെ ദുഃഖിക്കുന്നവരും അധികം ദൂരം ഒരുമിച്ച് വന്നവരുമായ, അതായത് ദ്വാരകയിലേക്കുള്ള വഴിയിൽ അവരും പകുതി മുന്നുന്നു, യുധിഷ്ഠിരാദികളെ മടക്കി അയച്ച ശേഷം സ്വന്തം നഗരം ചെന്ന് ചേർന്നു എന്നാണ് 33-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് 34-ഉം 35-ഉം ഒപ്പം പോരും. എങ്ങനെയത്? കുരുജ്യാങ്കല പാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വധാനധ മരുധന്വമതിക്രമ്യ സൗഭീര്യാഭീരയോ പരാൻ ആനർത്താൻ ഭാർഗവോ പാകാൽ ശ്രാന്തവാഹോ മനാത് വിഭു.
ഗുരുജാങ്കലപാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വധാനതാം മരുധ്വന്നമതിക്രമ്യ സൗഭീരാഭീരയോ പരാൻ ആനർത്താൻ ഭാർഗവോപാംഗാ ശ്രാന്തവാഹോ മനാഗ്വിഭു. ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഹേ ശൗനക, യമുനാ നദികളുടെ തീരത്തിലുള്ളവ, സരസ്വതി നദീ തീരത്തിലുള്ളവ മണൽ പ്രദേശം കടന്നിട്ട് ക്ഷീണിച്ച വാഹനങ്ങളോടുകൂടിയ ഭഗവാൻ മെല്ലെ മെല്ലെ കടന്നു. അതായത് മണലാരണ്യവും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ഹേ ശൗനകമോനെ, ആരാ പറഞ്ഞത്? സൂതൻ. ഗുരുദേശം, ജാങ്കലം, പാഞ്ചാലം, സൂരസേനം, യമുനയുടെ തീരത്തുള്ള ദേശങ്ങൾ, ബ്രഹ്മാവർത്തം, കുരുക്ഷേത്രം, മത്സ്യദേശങ്ങൾ, സരസ്വതി നദിയുടെ കരയിലുള്ള ദേശങ്ങൾ, ജലമില്ലാത്ത ദേശങ്ങൾ, അതാണ് ഈ മണലാരണ്യം, അല്പം ജലമുള്ള സ്ഥലങ്ങൾ, ഇവയെ കടന്ന് കുതിരകൾ ക്ഷീണിച്ചതുകൊണ്ട് പ്രഭുവായ ശ്രീകൃഷ്ണൻ സൗഭീരം, ആഭിരം എന്നീ ദേശങ്ങൾ, സിന്ധുദേശം, ആനർത്തദേശം ഇവകളെ മന്ദമായി സഞ്ചരിച്ച് കടന്നുപോയി. ആ ഒരു ജിയോഗ്രാഫിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി 10ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം 36. തത്ര തൈർഹരി പ്രത്യുദ്യുതാർഹണം സായം ഭേജേ ദിശം പശ്ചാത് ഗവിഷ്ടോ ഗാം ഗതസ്തതാം. തത്ര തൈർഹരി പ്രത്യുദ്യതാർഹണ സായം ഭേജം ദിശം പശ്ചാൽ ഗവിഷ്ടോ ഗാം ഗതസ്തതാം. അതിന് അവിടങ്ങളിൽ വസിക്കുന്നവരാൽ എതിരേൽക്കപ്പെട്ട പൂജാവിധാനങ്ങളോടുകൂടിയ ശ്രീകൃഷ്ണൻ ദ്വാരകാപ്രദേശത്തെ സന്ധ്യാസമയത്ത് പ്രാപിച്ചു. സൂര്യൻ ജലത്തെ അപ്പോൾ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു, വൈകുന്നേരമായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഹസ്തിനപുരത്തിൽ നിന്ന് ദ്വാരകയ്ക്ക് പോകാനുള്ള വഴിയിൽ മേൽ പറയപ്പെട്ട ദേശങ്ങൾ മുഴുവനുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവയെ കടന്നുവെന്ന് പറഞ്ഞതെന്നുള്ള സംശയത്തെ പരിഹരിച്ചും കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഘോഷയാത്രാ വർണ്ണനത്തെ ഉപസംഹരിക്കുന്നു. അതാത് ദേശങ്ങളിലുള്ള ജനസമുദായം ചെയ്യുന്ന സൽക്കാരാദികളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സായങ്കാലമായപ്പോൾ പടിഞ്ഞാറേ അറ്റത്തെത്തി. അപ്പോൾ തന്നെ ആകാശത്തിലിരുന്ന് സ്വപ്രകാശത്താൽ ഭൂമിയെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനും ജലാന്തർഭാഗത്തിലേക്ക് ചെന്നു എന്ന് പറഞ്ഞാൽ അസ്തമിച്ചു. അഭ്യോവായേഷ പ്രാതരുദേത്യപസായം പ്രവിശതി. ഈ കാണപ്പെടുന്ന സൂര്യൻ രാവിലെ ജനത്തിൽ നിന്ന് ഉദിക്കുന്നു, സായങ്കാലത്തിൽ ജലത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ 65% വെള്ളമാണ് ഈ പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ. അപ്പോൾ ഹിന്ദു മഹാസമുദ്രത്തിൽ ഉദിക്കണമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെയാലും വെള്ളത്തിൽ നിന്ന് പൊന്തണു. ചില സ്ഥലത്ത് കുന്നും പുറത്തുനിന്ന് പൊന്തും, പിന്നെയോ കുന്നും പുറത്ത് അവസാനിക്കും. അങ്ങനെയുണ്ട്. അത് ജിയോഗ്രാഫിയുടെ അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു പ്രത്യുദ്യതാർഹണ എന്ന വിശേഷണ സാമർഥ്യത്താൽ ഭഗവാൻ എഴുന്നള്ളുന്ന ദേശങ്ങളിലെ അയൽ ദേശവാസികൾ കൂടെ അവരുടെ പട്ടണത്തിൽ എഴുന്നള്ളണമെന്ന അപേക്ഷയോടുകൂടെ പൂജാദ്രവ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആവക നഗരങ്ങളെയും ഭഗവാൻ സന്ദർശിച്ച് അവിടെ വസിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിച്ചുവെന്ന് ധരിക്കണം. എന്താ നോക്കൂ, ഒരു ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഷോർട്ട് കട്ട് കൂടെ പോവാതെ കണ്ട് എവിടൊക്കെയാണ് ഭഗവാനെ പൂജിച്ച് സന്തോഷിച്ച് അനുഗ്രഹാശസ്സുകൾ വാങ്ങണം എന്ന് ജനസമൂഹത്തിലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത്, അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അത്രയും ആൾക്കാരെ
അഭിനന്ദിച്ചും ആശീർവദിച്ചും കൊണ്ടാണ് ഭഗവാൻ ദ്വാരകയിൽ എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണദ്വാരകാഗമനം നാമ ദശമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമ്മൾക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോവാം, 11ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം 11ാം അധ്യായം. സൂതാ ഉവാച. ശ്ലോകം 1. ആനർത്താൻ സൗപവ്രജ്യ സ്വവൃദ്ധാൻ ജനപദാൻ സ്വകാൻ ദത്മൗ ധരവരം തേഷാം വിഷാദം ശമയന്നിവാം. ആനർത്താൻ സൗപവ്രജ്യ സ്വവൃദ്ധാൻ ജനപദാൻ സ്വകാൻ ദത്മൗ ധരവരം തേഷാം വിഷാദം ശമയന്നിവാം. കൃഷ്ണൻ, സ അവൻ എന്നൊക്കെ സ എന്ന് പറഞ്ഞാൽ അവൻ. അപ്പോൾ അവൻ, അതായത് കൃഷ്ണൻ, സ്വവൃദ്ധാൻ എന്നൊരു വാക്കുണ്ട് അവിടെ. അതിന് ഏറ്റവും സമൃദ്ധങ്ങളായ, സ്വവൃദ്ധാൻ, ഏറ്റവും സമൃദ്ധങ്ങളായ തൻ്റെ ദേശങ്ങളെ സമീപിച്ചിട്ട് അവരുടെ ക്ലേശത്തെ ശമിപ്പിക്കുന്നവനായിട്ട് തന്നെ ശ്രേഷ്ഠമായ ശംഖത്തെ ഊതി. ഇനി അത് ഒന്നുകൂടി പോളിഷ് ചെയ്തിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഭാവാർത്ഥം അറിയണം. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ സകല സാധന സമൃദ്ധിയുള്ള തൻ്റെ ആനർത്തദേശങ്ങളെ സമീപിച്ചപ്പോൾ തൻ്റെ വേർപാട് നിമിത്തം ദുഃഖിച്ചിരിക്കുന്ന ആ ദിക്കിലെ നിവാസികളുടെ ദുഃഖങ്ങളെ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടു തന്നെ തൻ്റെ അതിശ്രേഷ്ഠമായ പാഞ്ചജന്യം എന്ന ശംഖത്തെ ഊതി. പാഞ്ചജന്യധ്വനി അത്ര ദൂരെ വ്യാപിക്കും. ഇവിടെ ഈ പാഞ്ചജന്യധ്വനി എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അശ്രദ്ധവാൻ, ജീവിതത്തിൽ ശ്രദ്ധയില്ലാത്തവർ, ദുഷ്ട മനസ്സുള്ളവർക്ക്, രാക്ഷസീയ ആസുരീയ സ്വഭാവമുള്ളവർക്ക് ഭയം ഉണ്ടാവും. എന്നാൽ ശ്രീകൃഷ്ണപാദാരവിന്ദത്തിൽ സ്വയം അർപ്പിക്കപ്പെട്ട സജ്ജന സമൂഹങ്ങൾക്കോ ഇതേ ശംഖിൻ്റെ ധ്വനി മംഗളവാദ്യം. അപ്പോൾ ഒന്ന് തന്നെ ചിലവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കണോ, ചിലവർക്ക് നെഗറ്റീവ് എനർജി കൊടുക്കണം. അപ്പോൾ അത് കേൾക്കുന്നവരെല്ലാം തൻ്റെ മടങ്ങി വരവറിയും. അപ്പോൾ അവരുടെ ദുഃഖം ശമിക്കും. ഉടനെ അവരെല്ലാം സമീപത്ത് വരും എന്നാണ് ശംഖം മൂതിയിലടങ്ങിയ അഭിപ്രായം. ഇവ എന്ന അവ്യയത്തിന് ഏവ എന്നതിൻ്റെ അർത്ഥം ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ സൂചിപ്പിച്ചു. ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ അനുസന്ധാനം ചെയ്യാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ ക്ലേശങ്ങളില്ലാതെ ഉണ്ടാവും. ഇനി 2ാമത്തെ ശ്ലോകം നോക്കുക. 4 വരി ശ്ലോകമാണ്. സ ഉച്ചകാശേ ധവളോദരോദരോ അഭിര്യുക്രമസ്യാധരശോണശോണിമാം ദാത്മായമാനകരകഞ്ച സമ്പുടേ യഥാബ്ജഷണ്ഡേ കളഹം സൗൽസ്വനാം. സ ഉച്ചകാശേ ധവളോദരോദരോ വി ഊരുക്രമസ്യാധരശോണശോണിമാം ധാത്മായമാനകരകഞ്ചസമ്പുടേ യഥാബ്ജഷണ്ഡേ കളഹം സൗൽസന. ഞാൻ 2ാമത് വായിച്ചപ്പോൾ കുറച്ച് വ്യത്യാസം വരുത്തി, കാരണം അതാണ് ശരി. 2ാമത് വായിച്ചത് ഏതാ? സ ഉച്ചകാശേ ധവളോദരോദരോബി ഉരുക്രമസ്യാധരശോണശോണിമ. അത് വായിച്ച് തഴക്കം വരുമ്പോൾ നിങ്ങൾക്കും കിട്ടും. ഞാൻ അത്രേ പറയുള്ളൂ. അപ്പോൾ പറഞ്ഞു, ശുഭ്രമായ വയറോടുകൂടിയതും പൂരിക്കപ്പെടുന്നതും കൃഷ്ണൻ്റെ ചുണ്ടുകളുടെ ചുവപ്പ് കൊണ്ട് ചുവന്ന നിറത്തോടു കൂടിയതും താമരപ്പൂക്കൾ പോലിരിക്കുന്ന കൈകളുടെ പുടത്തിലിരിക്കുന്നതുമായ ആ ശംഖം താമരപ്പൂക്കളുടെ സംഘത്തിൽ ഉയർന്ന ശബ്ദത്തോടു കൂടിയ രാജഹംസം എന്ന പോലെ ഏറ്റവും ശോഭിച്ചു. ഒരു കവിഭാവനയാണത് ഭയങ്കരമായിട്ട്. മനസ്സിലല്ലേ? അപ്പോൾ നിങ്ങൾക്ക്
ആ ഉരുക്രം അവിടെ ഒരു വാക്കുണ്ട്, ധരോപി ഉരുക്രമസ്യാം, അതായത് ധവളോധര എന്ന് പറഞ്ഞാൽ ശുഭ്രമായവരോടുകൂടി ധാത്മായമാന പൂരിപ്പിക്കപ്പെട്ടുന്നതും ഉരുക്രമസ്യ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെന്നാ. അതാണ് അത്. ആ വാക്ക് എനിക്ക് രണ്ടാമത്തെ ശ്ലോകം ഉച്ചരിക്കുമ്പോഴേ എനിക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് സ ഉച്ചകാശേ ധവളോധരോധരോപി ഉരുക്രമസ്യ കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ആ ശംഖം നടുവിൽ ശുഭ്രവർണ്ണമുള്ളതാണെങ്കിലും ശ്രീകൃഷ്ണൻ ഊതുമ്പോൾ ചുണ്ടുകളുടെ ചുവപ്പ് നിറത്തിൻ്റെ വ്യാപ്തിയിൽ ചുവപ്പ് കാന്തിയോട് കൂടിയതായും. എന്താ ഭാവന! ഭഗവാന്റെ കരകമല മധ്യത്തിൽ ഇരിക്കുമ്പോൾ ചന്താമരകളുടെ ഇടയിൽ ഉച്ചത്തിൽ ശബ്ദിക്കുന്ന രാജഹംസം എന്ന പോലെ ശോഭിക്കുന്നതായി തീർന്നു. ഒന്നും പറയാനില്ല, ഭയങ്കര ഭാവനയാണ്. ഭഗവാന്റെ കയ്യിൽ ആ ശംഖ് ഇരിക്കുന്നത് താമരപ്പൂക്കളുടെ മധ്യത്തിൽ ശോഭിക്കുന്ന രാജഹംസമായിട്ട് തോന്നിയതാണ്. ശംഖ് വെളുത്തതാണെങ്കിലും ഭഗവാൻ അത് ഊതുമ്പോൾ ഭഗവാന്റെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന ആ രജോ ഗുണപ്രധാനമായിരിക്കുന്ന ചുവപ്പ് നിറം ശംഖിൻ്റെ നിറത്തിനെ ബാധിച്ചു എന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം 3. തം ഉപശ്രുത്യാനിനദം ജഗൽ ഭയഭയാവഹം. ഞാൻ പറഞ്ഞതാണ് അർത്ഥം വരുന്നത്. പ്രത്യുദ്യ പ്രജാ സർവാം ഭർതൃദർശനലാലസാം. തം ഉപശ്രുത്യാനിനദം ജഗൽ ഭയാവഹം പ്രത്യുദ്യയു പ്രജാ സർവാം ഭർതൃദർശനലാലസാം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ജഗത് ഭയഭയാവഹം, ലോകത്തിനുള്ള ഭയത്തെ ജനിപ്പിക്കുന്നതായ, ലോകത്തിനുള്ള ഭയം ഏതാ? ആസുരീയ പ്രവൃത്തികൾ അല്ലെങ്കിൽ രാക്ഷസീയത, അവർക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതായ. ഞാനത് സൈമൾട്ടേനിയസിലായിട്ട് DC ബുക്സിൻ്റെ 18 പുരാണങ്ങൾ ആഖ്യാനത്തിലുണ്ട്. ഗംഭീര വർക്കാണ് അതിൽ. ശ്രീമദ് ഭാഗവതം ഒറ്റ ഗ്രന്ഥമാണ്. പരമശയില്ലേ, ശ്ലോകവുമില്ല ശ്ലോകാർത്ഥവുമില്ല, വെറും പ്രോസ്. കഴിവുള്ളവർ വാങ്ങി വായിക്കണം. കാരണം കുറച്ച് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ, 18 പുരാണങ്ങളും ഒന്നായിട്ട് വാങ്ങുമ്പോൾ അതിലേ കിട്ടുള്ളൂ. ഇത് മാത്രമായിട്ട് കിട്ടില്ല. അതന്നെ സ്റ്റോക്ക് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഒരു ഹിൻഡ് തരാണ്. സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഈ ഈശ്വരീയ കാര്യത്തിന് ചിലവ് ശ്രദ്ധിക്കാത്ത നല്ല ആൾക്കാരുണ്ടാവും, സജ്ജനങ്ങൾ. അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ശ്രമിക്കുക. ഈ ഒരൊറ്റ ഗ്രന്ഥം മതി നമ്മളെ അതിൻ്റെ അർത്ഥം പ്രോസ് വായിച്ചാൽ പ്രൊഫഷയിലെ ജന്മം രക്ഷപ്പെടും. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പം ലോകത്തിനുള്ള ഭയം എന്ന് പറഞ്ഞാൽ ആസുരീയ രാക്ഷസീയ പ്രവൃത്തികളെ, അവർക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതായ ആ ശബ്ദത്തെ സമീപത്തായി കേട്ടിട്ട് സ്വാമിയുടെ ദർശനത്തിൽ താല്പര്യമുള്ളവരായിരുന്ന എല്ലാ ജനങ്ങളും എതിരേറ്റ് ഗമിച്ചു എന്നാണ്. അതേപോലെ അതിൽ ശ്രീകൃഷ്ണൻ വലിയ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ ദ്വന്ദ്വയുദ്ധം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ചാണൂരന്മാർ ഈ കംസൻ്റെ മല്ലന്മാരുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പെട്ടെന്ന് മരിച്ചു. യുദ്ധത്തിൽ തോറ്റു വരെ. സത്യത്തിൽ ഭഗവാൻ അറിയാം, ദി അപ്പോയിൻറ്റഡ് ടൈം ഫോർ കില്ലിങ് കംസ ഹാസ് നോട്ട് കം. അതായത് അയാൾ ചെയ്ത പാപം, അയാൾ ചെയ്ത തപസ്സിൻ്റെ ഗുണം കഴിയുമ്പോഴേ ഭഗവാന് അയാളെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ എന്ത് തോന്നി? ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ മധുരയിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. അതിൽ ചിലവർക്കൊക്കെ അസൂയുണ്ട്. എന്താ, ഗോകുലത്തിലുള്ള ഗോപസ്ത്രീകളൊക്കെ ഭാഗ്യവതികളാണ്, ഭഗവാന്റെ രാസലീലയൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഗോപന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അവരൊക്കെ മൈതാനത്ത് ഇറങ്ങി നിന്ന് ബലഭദ്രസ്വാമി ഉണ്ട് കൂട്ടിന്, ഒരു രാസലീല പ്രദർശിപ്പിച്ചാൽ നന്നാവൂലോ എന്ന് തോന്നി അങ്ങനെ ചെയ്യുന്നുണ്ട്.
അപ്പോളാക്കി കുറേ കഴിഞ്ഞപ്പോൾ ഭഗവാന് തോന്നി സമയമെടുത്തു, മറ്റവന് മോക്ഷം കൊടുക്കേണ്ട സമയമായി. പെട്ടെന്ന് രംഗം മാറ്റി ഭഗവാൻ വളരെ ഉയരത്തിൽ രാജസിംഹാസനത്തിരിക്കുന്ന കംസൻ്റെ സവിധത്തിൽ എത്തിയത് മാത്രമേ അറിയുള്ളൂ. ഈ രാസലീല ഡിസ്പേഴ്സ് ചെയ്യലും കഴിഞ്ഞു ഭഗവാൻ ചാടി അവിടെ എത്തി. ഭയപ്പാട് ഓടിയിട്ട് ഇരിക്കുന്ന കംസൻ്റെ നെറുകയിലുള്ള കിരീടം താഴെ വീണു. അപ്പോൾ ഭഗവാന് പ്രത്യക്ഷത്തിൽ അയാളുടെ കുടുംബം പിടിച്ച് വലിച്ച് താഴെ ഇടാൻ സാധിച്ചു. അപ്പോൾ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് രാസലീല കാണിച്ചത്? അപ്പോയിൻറ്റ് ടൈം വരാൻ വേണ്ടിയിട്ട്. ഇത് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഞാൻ എനിക്ക് കുറേ അറിയുന്നതൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇല്ല, എനിക്ക് കുറേ കൂടി അറിയാനുണ്ട്. അതിൻ്റെ എന്താണെന്നാ പറയുക, ജോഷിലാണ് ഞാൻ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഇതും അതും കൂടിയിട്ട് ഇങ്ങനെ സൈമൾട്ടേനിയസിലായിട്ട് പോട്ടെ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ലോകത്തെ ഭയപ്പെടുത്തുന്ന അസുരന്മാർക്കും ഭയത്തെ ജനിപ്പിക്കുന്ന ആ ശംഖധ്വനി അല്ലേ? ലോകത്തെ ഭയപ്പെടുത്തുന്ന അസുരന്മാർക്കും ഭയത്തെ ജനിപ്പിക്കുന്ന ആ ശംഖധ്വനി കേട്ട് ജനങ്ങളേവരും പ്രഭുവായ ശ്രീകൃഷ്ണനെ കാണണമെന്നുള്ള അത്യാഗ്രഹത്തോടുകൂടെ എതിരേറ്റു വന്നു. ഭഗവാനെ എതിരേറ്റു. ശംഖധ്വനി വ്യാപിക്കുന്ന ദിക്കിൽ ഭൂതപ്രേതാദികൾ സഞ്ചരിക്കില്ല. പണ്ട് എന്തിനാ ഈ ക്ഷേത്രങ്ങളിൽ 3 മണിക്ക്, മഹാക്ഷേത്രങ്ങളിൽ 3 മണിക്ക് ശംഖ് വിളിക്കും? എന്താ കാരണം? അതായത് അതിനൊരു കണക്കുണ്ട്. ഇപ്പോൾ കിഴക്കോട്ട് ആമുഖമാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് നിന്ന് 6 പ്രാവശ്യം ഊതണം, പടിഞ്ഞാറ് ഭാഗത്ത് പോയിട്ട് 3 പ്രാവശ്യം ഊതിയാൽ മതി. നിമിഷം. അതേമാതിരി ദീപാധാരണ കഴിഞ്ഞാൽ ശ്രീലകത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് 3 പ്രാവശ്യം ഊതണം. അപ്പോൾ ഇതിനൊക്കെ കണക്കുണ്ട്. അപ്പോൾ ആ ശംഖധ്വനി സത്യത്തിൽ ഭൂതപ്രേത പിശാചുക്കൾക്ക്, അതായത് പ്രേതങ്ങൾക്കൊക്കെ ഭയം ഉണ്ടാവും. ഭൂതം എന്ന് ഞാൻ അത് മാറ്റി ഞാൻ, കാരണം എന്താ, നമ്മളൊക്കെ ഭൂതന്മാരാണ്, നമുക്കൊക്കെ ഉണർവ് തരും ജീവനുള്ളതൊക്കെ പരമശയിലേ. അപ്പോൾ ഭൂതപ്രേതാദികൾ സഞ്ചരിക്കില്ല. ശ്രീ വിഷ്ണു ഭക്തനായ ശംഖചൂടൻ്റെ അംശമാണ് പാഞ്ചജന്യം. എല്ലാവിധമായ ശംഖവും പ്രണവധ്വനിയാണ് അതിൽ നിന്നുണ്ടാകുന്നത്. ഓങ്കാരം ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ശബ്ദം കൂർപ്പിച്ച് അതേപോലെ ഈ കർണാട്ടിക് മ്യൂസിക്കിൽ സാ പാ സാ പാ സാ, ആ സാ പാ സ പോലെ ആണ് വരേണ്ടത്. ഈ കാവടിക്കൊക്കെ അങ്ങനെ അത് പാടില്ല. അത് അറിയാതെ കൊണ്ട് അങ്ങനെ ശംഖധ്വനി എന്ന് പറഞ്ഞ ഓങ്കാരം, മനസ്സിലായില്ലേ? അതിൽ നിന്നുണ്ടാകുന്നത്. സമസ്ത വേദോച്ചാരണം ചെയ്തതിൻ്റെ ബലം ശംഖം ധ്വനിപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുമെന്നാണ് ഋഷീശ്വരന്മാരുടെ പ്രവചനം. ആസ്തികന്മാരുടെ എന്ന് പറയും. അതായത് ഓം നമ, ഓം നമ അർത്ഥം അറിഞ്ഞിട്ട് വേണം. ഓം എന്ന് പറഞ്ഞാൽ പ്രണവവാചകമാണ്. ഇയാളെ പ്രണവം പിന്നെ ഈ ബ്രഹ്മവാചകമാണ്. ബ്രഹ്മത്തിലുള്ള സമസ്ത ഐശ്വര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. പ്രമോഷയോ. ഇനി 4ഉം 5ഉം ശ്ലോകമാണ് പറയേണ്ടത്. ഒന്നായിട്ട് പറയും. തത്രോപനീതബലയോരവേർദീപമിവാദ്യതാഹ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യതാം പ്രീത്യുത്ഫുല്ലമുഖാ പ്രോജുർഹർഷഗദ്ഗദയാ ഗിരാ പിതരം സർവസുഹൃദം അവിതാരമിവാർഭക. ശ്രദ്ധിച്ചോളൂ, ലാസ്റ്റ് വരിയിൽ ശ്രദ്ധിക്കാണ്ട് വാക്കിൻ്റെ. തത്രോപനീതബലയോ രവേർദീപമിവാദ്യതാ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യതാം. നിത്യതാ ദാനം എന്നുള്ളതിൽ ദാണ് കേട്ടോ. പ്രീത്യുത്ഫുല്ലമുഖ പ്രോജുർ ഹർഷഗദ്ഗദയാ ഗിരാം പിതരം സർവസുഹൃദം അവിതാരം ഇവാർഭക. ഇതാണ് ശ്ലോകം. അപ്പോൾ അവിടെ അർത്ഥം തുടങ്ങി. അവിടെ സൂര്യന് ദീപത്തെ എന്ന പോലെ
ആദരവോടുകൂടിയവരും കാഴ്ചദ്രവ്യങ്ങളെ കൊണ്ടുവന്നവരും പ്രീതിയാൽ വികസിച്ച മുഖത്തോടുകൂടിയവരുമായ പ്രജകൾ എന്നും സ്വരൂപലാഭത്താൽ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുന്ന ആ മനസ്സ് സന്തോഷമുള്ളതായിരിക്കും. സ്വരൂപലാഭത്താൽ പൂർണ്ണമായ കാമത്തോടു കൂടിയവനും. ഇനി ഒന്നും ആഗ്രഹിക്കാല്ല. പൂർണ്ണകാമൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനി ഒന്നും ആഗ്രഹിക്കാല്ല, ഭഗവാനെ മാത്രം കാമിക്കാം. ആത്മാവിൽ രമിക്കുന്നവനും സകലരുടെയും സുഹൃത്തും രക്ഷിതാവുമായവനോട് ബാലന്മാർ പിതാവിനോടെന്ന പോലെ സന്തോഷം നിമിത്തം ഇടറുന്ന വാക്കുകൊണ്ട് പറഞ്ഞു. എത്ര മുതിർന്നാലും, എനിക്കിപ്പോൾ 72 വയസ്സായി, ഇപ്പോഴും എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഗദ്ഗതം വരും. അച്ഛനില്ല, അച്ഛൻ 74 മരിച്ചിരുന്നു. 50 കൊല്ലാവാനാണ് പോണത്. ഒക്ടോബർ 1. അപ്പോൾ അച്ഛനുണ്ടെങ്കിൽ അച്ഛനോടുള്ള ഭയഭക്തി പ്രേമത്തോടു കൂടിയിട്ടാണല്ലോ സംസാരിക്കുക. അതാണ് പറഞ്ഞത് പിതാവിനോടെന്ന പോലെ സന്തോഷം നിമിത്തം ഇടറുന്ന വാക്കുകളെന്നാ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എനിക്ക് ഗദ്ഗതം ഉണ്ടാവണം. കാരണം എന്താ? 50 വർഷമായിട്ട് എനിക്ക് അന്യം നിൽക്കുന്ന സ്നേഹ ആദരവ് ആരിൽ നിന്ന് കിട്ടണം? അച്ഛനിൽ നിന്ന് അല്ലേ? ഒരു മകനും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ ഓരോ എപ്പിസോഡും പറയുമ്പോൾ ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്ന് പറഞ്ഞത് എൻ്റെ പിതൃവാത്സ്യത്തിൻ്റെ ഒരു മുഖമുദ്രയാണത്. അതാണ് സത്യാവസ്ഥ. എന്തോ ആവട്ടെ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചും അന്യപ്രഭയെ അപേക്ഷിക്കാതെ ഭഗവാൻ ശ്രീഹരി ഉള്ളിലുണ്ടെന്നുള്ളൊരു ധാരണ വന്നാൽ പിന്നെ ലക്ഷദീപം കാണേണ്ട ആവശ്യമില്ല. സൂര്യകോടി സമപ്രഭ, എണ്ണിയാ തീരാത്തത്ര സൂര്യന്മാരോടുകൂടിയ പ്രഭയുള്ള ആളാണ് അവരവരുടെ ഹൃദയപത്മത്തിലിരിക്കുന്നത്. സൂര്യകോടി, അനന്ത സൂര്യകോടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചും അന്യപ്രഭയെ അപേക്ഷിക്കാതെ, അതായത് ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾക്ക് സൂര്യൻ്റെ പ്രഭ മനസ്സിലാവണത്. എന്നാൽ സൂര്യകിരണങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അന്തർഗതമായിട്ടുള്ള ചൈതന്യത്തിനെ കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അപേക്ഷിക്കാതെ എന്നാ, വേറൊരു ശക്തിവിശേഷത്തിന് നമ്മളാരും അപേക്ഷിക്കണ്ട. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി ആയത്. നമ്മൾ ബ്രഹ്മ ആണ് എന്നുള്ളൊരു ബോധം വന്നാൽ പിന്നെ ഈ അന്യപ്രഭയെ അപേക്ഷിക്കാതെ സ്വയമേവ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യന് നേർക്ക് ജനങ്ങൾ ദീപം കൊളുത്തി കാണിക്കുന്നത് പോലെ സൂര്യന് നമ്മൾ ദീപം കാണിക്കും. അതെന്തിനാ അത്? ഈ ദീപം പിടിച്ച ആളുടെ ഉള്ളിലൊരു ചൈതന്യം ആർക്കാണ് കാണിക്കണത്? ആ സൂര്യനേക്കാൾ വലുതാണെന്നുള്ളൊരു ബോധം നമ്മുടെ പൂർവികർക്ക് പരമ്പരാഗതമായ നിവൃത്തി മാർഗത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾക്ക് അന്യം നിന്നു. ഇപ്പം നാട്ടിൽ എനിക്ക് തോന്നണില്ല എത്ര ശതമാനം, 1-2% ആൾക്കാർ വിളക്ക് കാണിക്കുന്നുണ്ടാവും കാലത്തും വൈകുന്നേരത്തും. കാലത്ത് കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാട്ടാണ് കാണിക്കുക. ആ ദീപം കൊളുത്തി വരുന്ന ബാലികയെ 90-99 വയസ്സായിട്ടുള്ള അമ്മച്ചനാണെങ്കിലും നീച്ചു നിന്ന് തൊഴണ. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ എത്രയുണ്ട് ഈ ഇത് കേൾക്കുന്നതിലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ സൂര്യന് ദീപം കാണിക്കുന്നവരെ കാണുമ്പോൾ എണീറ്റ് നിൽക്കാനുള്ള സൗഭാഗ്യം ഇല്ലാതെ കണ്ടായി. അതല്ലേ സത്യം? അപ്പോൾ കൊളുത്തി കാണിക്കുന്നത് പോലെ സ്വരൂപാനന്ദത്താൽ പൂർണ്ണകാമനും, സ്വരൂപം ആത്മാരാമത്വം സ്വരൂപാനന്ദത്താൽ പരിപൂർണകാമനും ആത്മാരാമനുമായ ശ്രീകൃഷ്ണൻ്റെ സമീപത്തിൽ കാഴ്ചദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഭഗവാന്റെ ദർശനം സിദ്ധിച്ചുവല്ലോ
എന്നുള്ള സന്തോഷത്താൽ വികസിച്ച മുഖത്തോടു കൂടിയ ജനങ്ങൾ സർവസുഹൃത്തും രക്ഷിതാവുമായ ഭഗവാനോട്, നമ്മുടെ സുഹൃത്താണ് ഭഗവാൻ, നമ്മുടെ രക്ഷിതാവാണ്, പിതാവിനോട് മക്കളെ എന്ന പോലെ പറഞ്ഞു എന്നാ, അത്രയും സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ വാക്കുകൾ സന്തോഷിക്കാത്താൽ ഇടറിക്കൊണ്ടും ഇരുന്നു എന്നാ. 6ാമത്തെ ശ്ലോകം കൂടി പറഞ്ഞ് നിർത്താം. നദാസ്മതേ നാഥ സദാംഘ്രിപങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമം ഇഹേശ്ചതാം പരം നയത്ര കാലപ്രഭവേൽ പരപ്രഭു. നദാസ്മതേ നാഥ സദാംഘ്രിപങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേശ്ചതാം പരം നയത്ര കാലപ്രഭവേൽ പരപ്രഭു. രക്ഷിതാവേ, നാഥ എന്നുള്ളതാണ് രക്ഷിതാവേ, രക്ഷിതാവേ, ബ്രഹ്മാവ്, ബ്രഹ്മപുത്രന്മാർ, ദേവേന്ദ്രൻ ഇവരാൽ വന്ദിക്കപ്പെട്ടവനും. ആര്? ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു. ബ്രഹ്മാവ്, ബ്രഹ്മപുത്രന്മാർ, ദേവേന്ദ്രൻ ഇവരാൽ വന്ദിക്കപ്പെടുന്നവനും ഇതിൽ ക്ഷേമത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ രക്ഷാസ്ഥാനവുമായ നിന്തിരുവടിയുടെ പാദപത്മത്തെ എപ്പോഴും ഞങ്ങൾ നമസ്കരിക്കുന്നു. സദാസേവ്യ സദാസേവ്യ. ഭഗവാനെ നമ്മൾ 2 നേരം വിളക്ക് കൊളുത്തി നമസ്കരിക്കുന്നുണ്ടെങ്കിലും ഭഗവാന് നമസ്കാരം നമ്മൾ ഓരോ ശ്വാസനിശ്വാസത്തിലും അർപ്പിക്കാൻ സാധിക്കണം. നാരായണ നമസ്കാരം, നാരായണ നമസ്കാരം, നാരായണ നമസ്കാരം. തൃപ്തി അത് അപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ രക്ഷാസ്ഥാനവുമായ നിന്തിരുവടിയുടെ പാദപങ്കജത്തെ എപ്പോഴും ഞങ്ങൾ നമസ്കരിക്കുന്നു. യാതൊന്നിൽ അന്യന്മാരുടെ പ്രഭുവായിരിക്കുന്ന കാലം പ്രഭുവായി ഭവിക്കയില്ല. അത് ഞാൻ പറയാം. ഈശ്വരൻ ഈസ് ഈക്വൽ ടു കാലം. ശ്രദ്ധിക്കണം. ഭഗവാൻ ഈസ് ഈക്വൽ ടു കാലം. കൃഷ്ണൻ ഈസ് ഈക്വൽ ടു കാലം. വിഷ്ണു ഈസ് ഈക്വൽ ടു കാലം. ശ്രീരാമൻ ഈസ് ഈക്വൽ ടു കാലം. അത്രയും മനസ്സിലാക്കണം. അപ്പോൾ കാലാഹി, കാലമാകുന്ന പാമ്പ് നമ്മളെ ഗ്രസിക്കുക. അപ്പോൾ നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പുനരഭിജനനമില്ല. നേരെ മറിച്ച് ഈ കാലമാകുന്ന പാമ്പ് നമ്മളെ ഗ്രഹിക്കുമ്പോൾ ചേരയുടെ വായയിലുള്ള തവള പോലെ നമ്മൾ നാക്കിയിട്ട് ഒരു ഈച്ചയോ കൊതുവോ വന്നിരുന്നാൽ കഴിക്കായിരുന്നു എന്ന് വിചാരിക്കരുത്. ഞാൻ സമ്പാദിച്ചത് മുഴുവൻ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചാൽ പുനരഭിജനനം ഉറപ്പായി. അപ്പോൾ ഈ പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ ഉള്ള ആൾക്കാർക്ക് പുനരഭിജനനം ഉറപ്പാണ്. അപ്പോൾ അച്ഛനമ്മമാരെ വൃദ്ധാലയത്തിലാക്കിയിട്ടുള്ള മക്കളെ പറ്റി ആലോചിച്ച് വൃദ്ധാലയത്തിൽ അല്ലെങ്കിൽ അനാഥാലയത്തിൽ നിന്ന് ശ്വാസം വിട്ടാലും വല്ല കോഴിയോ ആടോ മാടോ ആയിട്ട് മക്കളുടെ വീട്ടിൽ ജനിക്കും. അവർ നമ്മളുടെ കഴുത്ത് അറുത്ത് കശാപ്പ് ചെയ്ത് നമ്മളെ കഴിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ ചെയ്യാനുള്ള കടമകളും കടപ്പാടുകളും കഴിഞ്ഞാൽ പിന്നെ ബന്ധം ആരോട് മതി? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടവും. അപ്പോൾ പിന്നെ ഇവിടെ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. ഹേ നാഥ, ബ്രഹ്മാവ്, സനകാദി മുനിമാർ, ദേവേന്ദ്രൻ ഇവരാൽ എല്ലായ്പ്പോഴും വന്ദിക്കപ്പെടുന്നതും. അപ്പം ഇതിൻ്റെ പിന്നെ വാക്കാർത്ഥം പറയുമ്പോൾ സനകാദികൾ വന്നിട്ടില്ല.
പക്ഷേ സനകാദികൾ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണെന്ന് അറിഞ്ഞവർക്ക് വിഷമം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചോദിക്കും പട്ടാമ്പി എന്താ അത് ചോദിക്കും. എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ബ്രഹ്മാവ്, സനകാദിമുനിമാർ, ദേവേന്ദ്രൻ ഇവരാൽ എല്ലായ്പ്പോഴും വന്ദിക്കപ്പെടുന്നതും ഈ സംസാരത്തിൽ സുഖത്തെ ആഗ്രഹിക്കുന്നവർക്ക്. ഇവിടെ ഈ സുഖം എന്ന് പറഞ്ഞത് സൗഖ്യം, ക്ഷേമം എന്നാണ്. ക്ഷേമമാണ് മോക്ഷം. പണ്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത്, പ്രത്യേകിച്ച് എൻ്റെ അഭിവന്യ പിതാവ് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാവ് കാരണം ലെറ്റർ എഴുതുമ്പോൾ എങ്ങനെ എഴുതാമെന്ന് പഠിപ്പിക്കും. മുകളിൽ നടുവിൽ ശ്രീ എന്ന് എഴുതണം, അല്ലെങ്കിൽ ഓം എന്ന് എഴുതണം. പിന്നെ റൈറ്റ് ഹാൻഡ് കോർണർ എബവ് സ്ഥലപ്പേര് എഴുതണം, ഡേറ്റ് എഴുതണം. പിന്നെ ലെഫ്റ്റ് ഹാൻഡിൽ ക്ഷേമം എന്ന് എഴുതണം. എന്നിട്ട് ഇവിടെ ക്ഷേമം, അവിടെയും ക്ഷേമമെന്ന് കരുതുന്നു. എന്നിട്ടാണ് വിവരം എന്താ, അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു എന്താവും. അപ്പോൾ ഈ ദുഃഖവാർത്ത എഴുതുമ്പോഴും അവിടെ എന്തെഴുതണം, ക്ഷേമം. അപ്പോൾ വായിക്കുന്ന ആളുടെ പ്രീതി, വായിക്കുന്ന ആൾക്കാരാരാ? ആ വായിക്കുന്ന ആൾക്കാരിൽ ആരുണ്ട്? ഈശ്വരനുണ്ട്. ഇത്രയും പണ്ടത്തെ കാലത്ത് അനുഭവം ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ മൊബൈൽ വന്നതോടുകൂടി. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഒരു ദിവസം എത്ര ആൾക്ക് നമ്മൾ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്? സ്വന്തം അച്ഛനമ്മയ്ക്കും നമ്മൾ എത്ര ആൾ പറയുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മൾ കിടക്കണതിൻ്റെ മുമ്പ് അവരെ സ്മരിക്കുന്ന എത്ര ആളുണ്ട്? കാലത്ത് നീട്ടാൽ കുളിച്ച് വിളക്ക് കൊളുത്തി അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണ എത്ര ആൾക്കാരുണ്ട്? വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത്. അപ്പോൾ ഹേ നാഥ. അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും വളരെ ആക്റ്റീവായിരുന്നു. 20-ാം തീയതി മുതൽക്ക് ഞാനത് നിർത്തി. കാരണം ഞാൻ തുടങ്ങി വെച്ചുള്ള പല കാര്യങ്ങളും തീർക്കാൻ ആയുസ് പോരാ എനിക്ക്. കാരണം ഞാൻ 18 പുരാണങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ ശ്രീമദ് ഭാഗവതം ഒരു 2 മാസത്തിൽ കഴിയും. പത്മപുരാണം ഞാൻ വായിച്ചു തീർത്തു. വിഷ്ണു പുരാണം ഞാൻ വായിച്ച് തീർത്തു. അപ്പോൾ ഇനിയും 14 ബാക്കിയുണ്ട്. ശിവപുരാണം വായിച്ച് തീർത്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു. ആർക്കാണ് നമ്മൾ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ്, അതോ ഗുഡ് മോർണിംഗ് ഈ ഫേസ്ബുക്കിൽ ഗുഡ് മോർണിംഗ് എന്ന് എഴുതിയതിൽ മറുപടി പറഞ്ഞവർ തന്നെ മെസ്സഞ്ചറിൽ കയറിയിട്ട് ഗുഡ് മോർണിംഗ് പറയും. അപ്പോൾ എന്താ നല്ലത്? ഞാനങ്ങോട്ട് വിഡ്രോ ചെയ്തു, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനഫ്, ഇത് മതി, ധാരാളം. അപ്പോൾ ഇവിടെ പറഞ്ഞു ഈ അപ്പോൾ സുഖം ആണെന്ന് പറഞ്ഞാൽ ക്ഷേമം എന്നാണ് അർത്ഥം. സുഖം. അപ്പോൾ ഈ ഒരേ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇത് അൾട്ടിമേറ്റ് അർത്ഥം ക്ഷേമം. ക്ഷേമം എന്ന് പറഞ്ഞാൽ മോക്ഷം കേട്ടോ. അപ്പോൾ സുഖത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ ആശ്രയവും ആയ നിന്തിരുവടിയുടെ ഈ നിന്തിരുവടി, തന്തിരുവടി എന്ന് പറഞ്ഞത് ഇവിടെ നിന്തിരുവടി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കേട്ടോ. അപ്പോൾ പാദകമലങ്ങളെ ഞങ്ങൾ വന്ദിക്കുന്നു. അങ്ങ് ബ്രഹ്മാദിദേവന്മാരെയും ബാധിക്കുന്ന കാലൻ്റെ ബാധയില്ലാത്തവനാകുന്നുവല്ലോ. അവർ ഈ അതായത് ബ്രഹ്മാവിനും പരമശിവനും ബാധിക്കുന്ന കാലുണ്ട്. ആ ബാധ ആർക്കില്ല? മഹാവിഷ്ണുവിനില്ല. അതുകൊണ്ടാണ് മെച്യൂരിറ്റി ഇൻ സ്പിരിച്വാലിറ്റി വന്നാൽ ദേവീ ക്ഷേത്രങ്ങളിൽ പോകണ്ടെന്നല്ല പറഞ്ഞത്, ശിവക്ഷേത്രങ്ങളിൽ പോകണ്ടെന്നല്ല പറഞ്ഞത്. കൂടുതൽ ശ്രദ്ധ മഹാവിഷ്ണുവിലായിരിക്കണം. എന്നാൽ മാത്രമേ മോക്ഷം എന്നുള്ള ഒരു അവസ്ഥ, ധർമാർത്ഥ കാമ മോക്ഷം എത്തുള്ളൂ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.